കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ബാംഗ്ലൂരിൽ വെച്ച് നടന്ന CBCI ജനറൽ ബോഡിയിൽ വെച്ച് CBCIയുടെ ആദ്യത്തെ അവാർഡിന് അർഹനായിട്ടുള്ള വ്യക്തിയാണ് ഫിയാത്ത് മിഷൻ്റെ സ്ഥാപക നേതാവായിട്ടുള്ള സീറ്റ്ലി ജോർജ്. തീർച്ചയായും എന്തുകൊണ്ട് CBCI സീറ്റ്ലിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കൊടുത്തു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാന കാരണം ബൈബിൾ പ്രേക്ഷിതത്വം നോർത്തിലെ ആഫ്രിക്കയിലെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ബൈബിൾ സാധാരണക്കാർക്ക് വിതരണം ചെയ്തു. അതിനേക്കാൾ അപ്പുറത്ത് ഈശോയുടെ സുവിശേഷം മിഷൻ പ്രവർത്തനങ്ങളിലൂടെ നടത്തുന്നു. അതിൻ്റെ ഒരു തെളിവാണ് ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ. ഇപ്പോൾ ഈ വർഷം ജെറൂസലമിലും കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വർഷം ചങ്ങനാശ്ശേരിയിലൊക്കെ നടത്തിയത്. അപ്പോൾ സീറ്റ്ലി ഈ ഫിയാത്ത് മിഷൻ ആരംഭം കുറിച്ചതിനെക്കുറിച്ച് ഷാലോം ന്യൂസിനോട് ഒന്ന് ചുരുക്കി പറയാമോ? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ധ്യാനം കൂടി. ആ ധ്യാനമാണ് എന്നെ ഒരു ഇവാഞ്ചലിസ്റ്റായിട്ട് മാറ്റിയത്. ആ ധ്യാനത്തിൽ തന്നെ ഞാനൊരു ക്രിസ്തുവിനെ കേൾക്കാത്ത ആൾക്കാർക്ക് ക്രിസ്തുവിനെ കൊടുക്കാനുള്ള വലിയൊരു സീല് ആ ആദ്യത്തെ ധ്യാനത്തിൽ നിന്ന് കിട്ടി. പിന്നെ അതിനുശേഷം ഇങ്ങനെ ക്രിസ്ത്യനിലൂടെയും ജീസസ് യൂത്തിലൂടെയും അവരെല്ലാം ഫോർമുലേഷനിലൂടെ കടന്നുപോയി. അവസാനം 2006 കർത്താവിന് വേണ്ടി മുഴുവൻ സമയം മാറി നിൽക്കണം എന്നുള്ള ചിന്ത വന്നു. അപ്പം ഉണ്ടായിരുന്ന എല്ലാ ബിസിനസ്സെല്ലാം വൈൻഡപ്പ് ചെയ്ത് ഫുൾ ടൈം കർത്താവിന് വേണ്ടി 2006 ഇറങ്ങി. അപ്പോഴും ഫിയാത്ത് മിഷൻ തുടങ്ങണം എന്നുള്ള നിലയ്ക്കല്ല, കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. ഐ വാണ്ട് ടു ബി ടുഗദർ വിത്ത് ഹിം. കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. ആ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2 വർഷം പ്രാർത്ഥിച്ചിരുന്നതിന് ശേഷമാണ് ഒരു ബൈബിൾ അടിക്കാൻ ഒരു ബൈബിളില്ലാന്ന് കേട്ട പെട്ടെന്നുണ്ടായ ആ ഒരു ഇതിൽ ബൈബിൾ അടിച്ചു കൊടുത്തു. പിന്നെ അതൊരു മിനിസ്ട്രിയായിട്ട് മാറി. പിന്നെ ഇപ്പോൾ 350 പേര് ഫിയാത്ത് മിഷൻ്റെ ഒപ്പം ചേർന്ന് ഇന്ത്യയുടെ പല ഭാഗത്തും ആഫ്രിക്കയിലെ പല ഭാഗത്തും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ചുരുക്കത്തിൽ പറയാൻ അത്രേ പറ്റുള്ളൂ. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഫിയാത്ത് മിഷൻ ഇന്ന് കത്തോലിക്ക സഭയുടെ പ്രേക്ഷിത മുന്നേറ്റത്തിൻ്റെ ഒരു വലിയ ഭാഗമായി മാറി. ഇപ്പോൾ ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ ഇവിടെ 7ാമത്തെ ഈ GGM നടക്കുമ്പോൾ ഒരുപാട് പേര് മിഷനോട് ആഭിമുഖ്യം ഉണ്ടാകുന്നത് മാത്രമല്ല, മിഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന വിവിധ സ്റ്റാളുകളിലൂടെ. ഇപ്പോൾ എത്ര സ്റ്റാളുണ്ട് ഇവിടെ? 53 സ്റ്റാളുകൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ഫിയാത്ത് മിഷൻ്റെ ഈ ദൗത്യം പ്രത്യേകിച്ച് മിഷണറിമാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഒത്തിരി പേര് ഈ ചൈതന്യം സ്വീകരിച്ച് മിഷണറിമാരാകുന്നതും കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഫിയാത്ത് മിഷൻ്റെ ഈ ദൗത്യം പരിശുദ്ധ അമ്മയെപ്പോലെ ഫിയാത്ത് അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്ന ദൗത്യം അങ്ങനെ അത് മിഷനായി മാറാൻ അനുഗ്രഹിക്കട്ടെ. ജയ് ജീസസ് ക്രൈസ്റ്റ്.